തന്നുടെ കഥ തന്നെയെന്നറിയാതെ പാടിത്തരുവോ രണ്ടും തൻ്റെ മക്കളെന്നറിയാതെ പറഞ്ഞിതയോധ്യാപതി ബാലകർ രാജസഭയിൽ പാടട്ടെ സമ്പൂർണമായി നിക്കഥ. അറിയാം മതിൽ കെട്ടിൻ പുറത്തു പലേവട്ടം പറഞ്ഞിരിക്കാം ഇവരിക്കഥ. ലോകർക്കാകെ അറിയാമെന്നും വരാം. എങ്കിലും പുരവാസീ ജനവും ഞാനും കേട്ടതിൽ ഒരു കുറി പോലും. അനുജ്ഞ നൽകി ഋഷിവരനാം വാൽമീകി എന്നറികെ തുടങ്ങി തമ്പുരുവിൻ ശ്രുതിക്കൊത്തുലയിക്കും സ്വരത്തിലാ മക്കൾ വാൽമീകി ആശ്രമഗൃഹത്തിൽ മുന്നം ചൊല്ലിയുറപ്പിച്ചൊരക്കാവ്യം. മായികമാവും ബാലകാണ്ഡത്തിൽ ഭരദ്വാജനോടൊത്തു വാൽമീകി അന്നൊരിക്കൽ നിറഞ്ഞുള്ള തമസാ നദീ സ്നാനഘട്ടമെത്തവേ കണ്ണിൽ നിറഞ്ഞതെന്താണ് അതിലെരിഞ്ഞു രാമൻ ഉള്ളം. അരുതേ നിഷാദ കൊല്ലരുതേ, അരുതേ നിഷാദ കൊല്ലരുതേ, ക്രൗഞ്ച പക്ഷി മിഥുനങ്ങളിലൊന്നിനെയും എന്നറിയാതെ അകമേ നിന്നും തിളച്ചുരുകി തൂവിപ്പോയ ചുടുനീരാലേ മിഴിപൊത്തി നിന്നുപോയി രാമൻ. എങ്ങുപോയി ഇണകളിലൊന്ന് തന്നിടം പെട്ടു നിന്നിടേണ്ടവൾ സീത എങ്ങുപോയി ജീവിച്ചിരിക്കുന്നുവോ അതോ തൻ്റെ ഇടത്തെ ഇടം കണക്കുലകം കൂടി ശൂന്യമാക്കി മാഞ്ഞുപോയിതോ. ജീവനെ ഇല്ലാതാക്കിയിടുന്നതും ഓർത്താൽ ഒരു ജീവിതമില്ലാതാക്കിയിടുന്നതും ഒരേപോലെ. എങ്കിലോ നിഷാദന്റെ ഏതു പാപത്തെക്കാളും പങ്കില പാപം തൻ്റേതല്ലയോ ചിന്തിക്കയായി. ഒട്ടിട വിക്ഷുബ്ധമാം ഹൃദയത്തോടെ പാതയറ്റുപോയിടുന്നിടത്തെന്ന പോൽ നിന്നെങ്കിലും എത്രയും പണിപ്പെട്ടു മരവിപ്പിനെ കുടഞ്ഞെറിഞ്ഞ മനസ്സുമായി പറഞ്ഞു തുടർന്നാലും. നിനച്ചു രാമൻ അരുതരുതെന്നാരിൽ നിന്നും ഒരു നാളിലും കേൾക്കാനിടവന്നീല. എന്നാൽ ഈളതാം കുരുന്നുകൾ കേട്ടിരിക്കുന്നു. കേൾക്കാൻ കഴിഞ്ഞിരുന്നാകിൽ തൻ വഴി മറ്റൊന്നായേനേ. ഋഷിത്വവചസ്സിതുവിധമാകുമെന്നോർക്കാൻ തനിക്കു കഴിയുന്നതെങ്ങനെ? ബാല്യത്തിലേ കണ്ടതു മുൻകോപിയാം വിശ്വാമിത്രനെ കേട്ടു പതിഞ്ഞ വാക്കോ കൊല്ലാനുള്ള കൽപ്പന കഷ്ടം. തനിക്കു മുന്നിൽ വന്നു നിന്നു പാടുന്നോരു പ്രിയരാം കുമാരന്മാരുടെ പ്രായമായിരുന്നില്ലേ തനിക്കും അക്കാലത്ത്? തുമ്പിയെ തുമ്പപ്പൂവെ ശലഭങ്ങളെ തേടി നടന്ന തളിർക്കാലം. അന്നൊരു ദിനം
രാജധാനിയിൽ വിശ്വാമിത്രനണഞ്ഞതോർത്തു രാമൻ. എത്രയും സമർത്ഥമായി സോദരർക്കൊപ്പം ധനുർവിദ്യ പൂർത്തിയാക്കിയ കാലത്തു പുലർച്ചയ്ക്കൊരഗ്നികുണ്ഡമെത്തും പോൽ ജ്വലിത ശാപക്കനൽ പുറത്തു കിടത്തുന്ന വിധത്തിൽ അന്നച്ഛനെ നീറ്റി ബാലകന്മാരാമിവരെ അദ്ദണ്ഡകവനരാവിലൂടെങ്ങോ നയിച്ചു രാത്രിഞ്ചരനാരിയെ കൊല്ലിക്കുവാൻ. മക്കളെ പിരിയലേ മൃത്യുവെന്നുരുക്കഴിച്ചെരിഞ്ഞെരിഞ്ഞേ നാടു നീക്കി താതനക്കാലം. തപസ്സിനുടലാണ്ട രാജർഷി വിശ്വാമിത്ര ഹൃദയം പകർന്നതു മൃത്യുവിൻ മഹാമന്ത്രം. കൊടുതാം മഹാവിപിനത്തിലൂടമ്പും വില്ലുമെടുത്തു നിഴൽ കൊത്തങ്ങനുധാവനം ചെയ്കേ കൽപ്പന. അതാ കൊല്ലുകെന്നേതോ മലയിരമ്പി വനത്തോടെ ഇടിഞ്ഞു വരും പോലെ പുലരിത്തുടുപ്പിന്റെ നാൾകളിൽ തന്നെ കർണപുടങ്ങൾ ഒപ്പം കരൽ തടവും തകർക്കുമാറുരുവാൻ കൊല്ലാനുള്ള കൽപ്പന. അതു പിന്നെ മുഴങ്ങി നിന്നു കാതിൽ ഒപ്പമിങ്ങുൾക്കാതിലും. കുട്ടികളിതാ സൗമ്യസ്വരത്തിൽ തന്ത്രീലയബദ്ധമായി പാടുന്നു കൊല്ലരുതെന്ന സന്മന്ത്രം. കൊല്ലുകെന്നതേ കേട്ടു ചുട്ടുപൊള്ളിയ കാതിലിന്നിതാ പൊഴിയുന്നിതാർദ്രശീകരവർഷം. കൊല്ലുവാൻ പറഞ്ഞതു ഋഷി, കൊല്ലരുതെന്നു ചൊല്ലി വന്നതും ഒരു ഋഷി. ഈ ഗുരുക്കളിൽ ആരുടെ വചസ്സു കൈക്കൊള്ളുവാൻ ത്യജിക്കുവാൻ ആരോടു ചോദിക്കുവാൻ ഈ ബാലരോടല്ലാതെ? കൊല്ലുവാൻ പൗരോഹിത്യ ഋഷിമാർ പറഞ്ഞേക്കാം, കൊല്ലരുതെന്നേ വനവാസിയാം ഋഷി ചൊല്ലൂ. എന്തിനോ പൗരോഹിത്യ കൽപ്പന പിൻപറ്റി ഞാൻ ഇന്നിതാ കേൾക്കുന്നാദ്യമായി വനത്വസാന്ത്വനം. ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന രാമനിൽ താനേ അങ്കുരിക്കയായൊരു ചിന്ത. ഈ പാടും കഥ എന്നുടെ കഥ തന്നെയല്ലയോ? ഇതു പാടി എന്നെ ഇന്നുണർത്തുന്നതെൻ മക്കൾ താനല്ലയോ? സത്യമാണതെന്നാർദ്രമാം മന്ദഹാസത്താലെ വൽമീകജാതൻ മുനി പറഞ്ഞ നേരം ലവകുശരെ മാറോടണച്ചിങ്ങനെ ചൊല്ലി രാമൻ. കണ്ടെത്തി നിങ്ങൾ നേരിൻ ഗുരുവേ ആചാര്യനെ. ഗുണവാൻ ഒപ്പം വീര്യവാനുമായി ഉലകത്തിലൊരുവനുണ്ടാകുമോ എന്നതന്വേഷിച്ചോരു ഗുരുവാം ഇദ്ദേഹത്തിൽ നിറഞ്ഞു കാണുന്നു ഞാൻ. ഇരുസത്യവും പുരുഷോത്തമൻ വാൽമീകിയാം.